ഹജ്ജ് എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ 5ാമത്തെ പുറമായി വെച്ചിരിക്കുന്ന കാര്യമാണ്. സത്യത്തിൽ 5ാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ മറ്റേതൊരു വിഭാഗത്ത് പോലെയും അല്ല. ഇത് ശാരീരികമായി സുഖമുണ്ടാവണം, ആരോഗ്യമുണ്ടാവണം, സാമ്പത്തിക കഴിവുണ്ടാവണം, അതുപോലെ തന്നെ പോകാനുള്ള വഴികളെല്ലാം സുരക്ഷിതത്വമാകണം. ഇങ്ങനെയെല്ലാം നിബന്ധനകൾ ഒത്തുവരുമ്പോൾ ഒരു വ്യക്തിക്ക് നിർബന്ധമാകുന്ന ഒന്നാണ് ഹജ്ജ് എന്നുള്ളത്. പക്ഷേ ആ ഹജ്ജ് നിർബന്ധമായതിനു ശേഷം അത് നിർവഹിക്കാതെ നാം മരണമടഞ്ഞു പോയാൽ നമ്മളുടെ മേൽ അതിന്റെ കുറ്റം വല്ലാതെ ഉണ്ട്. കാരണം ഒരുത്തിന് ഹജ്ജ് ഫർളായിട്ട് ഹജ്ജ് ചെയ്യാതെ ആരെങ്കിലും മരിച്ചാൽ അവൻ ജൂത മതക്കാരനായോ ക്രൈസ്തവ മതക്കാരനായോ എന്നിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതിന് എനിക്ക് വിഷമമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാം. അപ്പൊ നബിയുടെ വെറുപ്പ് നമുക്ക് ഹജ്ജിന് വേണ്ട സൗകര്യങ്ങളൊന്നിട്ട് നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്ക് ലഭിക്കും. പലർക്കും പലപ്പോഴും ഹജ്ജ് ചെയ്യാനുള്ള തടസ്സങ്ങളായി പറയുന്നത് മക്കളെ വിവാഹം കഴിഞ്ഞിരുന്നില്ല, മക്കളെല്ലാവരും വീട് വെച്ച് കഴിഞ്ഞില്ല, മക്കളെല്ലാവരും സ്വസ്ഥമായില്ല. ഇതൊന്നും അതിന് കാരണമാണ്. മക്കളൊക്കെ സ്വസ്ഥമാവുകയോ അവർ സമ്പത്ത് ഉണ്ടാക്കുകയോ വീട് വെക്കുകയോ സമ്പന്നന്മാരാവുകയോ ഇതൊക്കെ ചെയ്തോളൂ. അതൊന്നും നോക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ നിലയ്ക്ക് അവർ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊടുക്കാനേ ഏൽപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ മക്കളുണ്ടായ അവർക്ക് വീട് വെച്ചു കൊടുക്കും, മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും, അവരുടെ കാര്യങ്ങളിൽ ഇതൊക്കെ ഒരുമിച്ചെല്ലാം ചെയ്യണം ഒരാളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ പലർക്കുമുള്ള തടസ്സങ്ങൾ അതൊക്കെയാണ്. ഇങ്ങനെ വന്നു നമ്മളുടെ കാര്യങ്ങളെല്ലാം കഴിച്ച് ഒരു 5 സെന്റ് സ്ഥലം നമുക്ക് വിറ്റിട്ടാണെങ്കിലും ഹജ്ജിന് പോകാനുള്ള കഴിവുണ്ടായി. പക്ഷേ അവൻ പോയില്ല. 5 സെന്റ് സ്ഥലം വിറ്റു, അവൻ 10 ലക്ഷം രൂപ കിട്ടും. ആ 10 ലക്ഷം രൂപ കൊണ്ട് അവർക്ക് ഹജ്ജിന് പോകാം. അവന്റെ കയ്യിൽ 10-15 സെന്റ് സ്ഥലമുണ്ട്. എങ്കിൽ 5 സെന്റ് വിറ്റിട്ട് ഹജ്ജിന് പോകണം, പോയേ പറ്റൂ. എനിക്ക് കഴിവില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒന്നാമത്തെ സ്വീകരിക്കില്ല. എനിക്ക് 5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, എന്റെ മക്കളൊക്കെ നേരിട്ടുണ്ടായിരുന്നു, ഞാനൊക്കെ വീതിക്കണമായിരുന്നു. അതൊന്നും പോയില്ല. ഇതൊക്കെ നിങ്ങൾ മരിച്ചതിന് ശേഷം ബാക്കി അവർ വീതിച്ചെടുത്തോളൂ. അതുകൊണ്ട് ഈ പേര് പറഞ്ഞ് ഹജ്ജിൽ നിന്നും ഒരിക്കലും മുടങ്ങി നിൽക്കാൻ പാടില്ല.